ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇത് വെറും പുളിശ്ശേരി അല്ല, നല്ല പഴുത്ത മാങ്ങ ഇട്ട് നല്ല മാമ്പഴ പുളിശ്ശേരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 4 മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മതി, ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ 2 നന്നായിട്ട് പഴുത്തതാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിരിക്കുകയാണ്. ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മാങ്ങയുടെ ആ ജ്യൂസൊക്കെ ഈ വെള്ളവുമായിട്ട് മിക്സായിട്ട് വരണം. നന്നായിട്ട് തിളപ്പിക്കുക തന്നെ ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ പഴുത്ത മാങ്ങയുടെ ജ്യൂസൊക്കെ ഒന്ന് ഈ വെള്ളവുമായിട്ട് മിക്സായി നല്ല കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാവേ. ഇതിൻ്റെ കൂടെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/4 സ്പൂൺ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ല, നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പഴുത്ത മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് ആ ചാറുമൊക്കെ ആയിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും വേണം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടിയാണ് ഞാനിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചട്ടിയുടെ ചൂട് കൊണ്ടൊക്കെ തന്നെ ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, അല്പം കുറുകി തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി താളിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. താളിക്കുന്ന സമയത്ത് ഇതിലേക്ക് കൊച്ചുള്ളിയൊന്നും ചേർത്ത് കൊടുക്കല്ലേ. കറിവേപ്പിലയും കടുകും വറ്റൽമുളകും ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവ ഇടാൻ മറക്കരുത്, ഉലുവ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ച് ഈ മാങ്ങായിൽ ഒരെണ്ണം ഒന്ന് ഞെരടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കഴിച്ച് നോക്കിക്കേ, എന്താ ടേസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കുക.